ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. എപ്പോഴും ദേഷ്യമാണ്, എന്ത് പറഞ്ഞാലും ഒരു ഗൗരവം മാത്രം. നമ്മൾ പലപ്പോഴും ഇതുപോലത്തെ ആൾക്കാർക്ക് പേരിടാറില്ലേ, ഹിറ്റ്ലർ എന്നും ചൂടനെന്നും ചൂടത്തിയെന്നും എന്നൊക്കെ അല്ലേ. ദേഷ്യ അഹങ്കാരവും രണ്ടും കണക്റ്റഡ് അല്ലേ. ഇതൊക്കെ നമുക്ക് നമ്മളെ തന്നെ ട്രെയിനിങ് ടെക്നിക്സ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. 6 ടെക്നിക്സാണ് അതിലുള്ളത്. അപ്പോൾ അഥവാ നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഉപയോഗിച്ച്, അതായത് കൗൺസിലേഴ്സിനോട് ചോദിച്ച് അവർ വഴി നമുക്കിത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. നമ്മളും കൂടെ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മളിലുള്ള പോരായ്മകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് അതിനുള്ള റെമഡിയേഷൻ അല്ലെങ്കിൽ റെമഡിയൽസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജീവിതം നമുക്ക് മുന്നോട്ട് ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് മൈൻഡ്ഫുള്ളായിട്ട് പീസ്ഫുള്ളായിട്ട് കാമായിട്ട് ജീവിതം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ചില സമയത്തൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യമൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു മറുപടി നമ്മൾ കൊടുക്കരുത്. തിരിച്ചൊരു ബാക്ക് ആൻസേഴ്സ് ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. സംടൈംസ് സൈലൻസ് ഇസ് ദ ബെസ്റ്റ് വെപ്പൺ എന്നല്ലേ.